ശരി, ഇനി മൂപ്പര് ഒന്നാമത്തെ ഓതി ആയത്ത് കേട്ടോളൂ. ഇത് ശരിക്കും മനസ്സിലാക്കി പോകണം കേട്ടോ സഹോദരങ്ങളെ. മനസ്സിലാക്കിയാലേ തിരിയുള്ളൂ. അശ്രദ്ധയോടെ കേൾക്കരുത്. ഇതെന്താ വിഷയം? ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഹയ്യും ഹാദിറും ഖാദിറും, ജീവനുണ്ട്, അതുപോലെ തന്നെ സന്നിധിയിലുണ്ട്, കഴിവുണ്ട്. മൂന്നും കേട്ടോ. ഹയ്യ്, ഹാദിർ, ഖാദിർ എല്ലാ സൃഷ്ടിയുടെ വിഷയത്തിലുമുള്ള ഒരു നിബന്ധന, മാനദണ്ഡമാണ്. ഈ മാനദണ്ഡ പ്രകാരമാണ് ചർച്ച. ഈ ചർച്ച നമ്മൾ വിടരുത്. ഹയ്യ്, ഹാദിർ, ഖാദിർ. അപ്പോ ഹയ്യും ഹാദിറും ഖാദിറുമായ ഒന്നിനോട് ചോദിക്കുന്നതിൽ അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. ജിന്നും മലക്കുമായതിനാൽ എല്ലാം ഹറാമാണ്, പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി. ഹലാലാണെന്നല്ല, മനസ്സിലാക്കണേ, ഹലാലാണെന്നല്ല, ഹറാം. അപ്പൊ തെളിയിക്കാൻ മൂപ്പര് ഓതുന്ന ആയത്ത് ഏതറിയോ? തെളിയിക്കാൻ മൂപ്പര് ഓതുന്ന ആയത്ത് ഹയ്യല്ല, ഹാദിറല്ല, ഖാദിറും അല്ല. ഇത് മൂന്നും അല്ലാത്ത വിഷയത്തിൽ അല്ലാഹ് അറിയിച്ച ആയത്തുകൾ, അഥവാ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആരാധനയാകുന്ന പ്രാർത്ഥനയും ആരാധനയാകുന്ന സഹായതേട്ടവും ആരാധനയാകുന്ന വിളിയും ആരാധനയാകുന്ന ഇടതേട്ടവും ഏതൊരു സൃഷ്ടിക്ക് കൊടുത്താലും അത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ച ആയത്തുകളാണ് മുത്ലഖൻ ശിർക്ക്, നിരുപാധികം ശിർക്ക് എന്നതിന് ഓതിയത്. ശരി, ഒന്നാമത്തെ ആയത്ത് കേട്ടോളി. അങ്ങനെ ആകാശഭൂമണ്ഡലങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും കീഴ്പ്പെടുത്തി തന്നവനാണ് അള്ളാഹു, നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധികാരങ്ങളും. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ശക്തികള്, നിങ്ങൾ വിളിച്ച് സഹായം തേടുന്ന ആളുകള്, മാ യംലികൂന മിൻ ഖുത്മീർ, ഈത്തപ്പഴ കുരുവെടുത്ത് അതിനെ പൊതിഞ്ഞിട്ടുള്ളൊരു പാട കാണാം. ആ പാടയെ പോലും അധീനമാക്കുന്നവരല്ല. അത്തരം ആളുകളോട് ഇൻ തദഊഹും, നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഓക്കെ, 2 പോയിന്റ് മറക്കരുതേ. ഒന്ന്, ഇതിനെ പ്രാർത്ഥനയാണ് എന്ന് ആദ്യം പ്രചരിപ്പിച്ചു, അതിന് പൊട്ടിച്ചു. പ്രാർത്ഥന, വിജനപ്രദേശത്തെ പ്രാർത്ഥന എന്ന് പൊട്ടിച്ചു. MD വിഭാഗം കാട്ടിയ അതേ പണി മൂപ്പര് കാട്ടി. രണ്ടാമത്തത് എന്ത് ചെയ്തു? ഇത് ഹയ്യും ഹാദിറും ഖാദിറുമാണ് എന്ന ചർച്ച മൂപ്പരണ്ട് തെറ്റിച്ചു. വേറെ വഴിക്കാട് വിട്ടിട്ട് ഹയ്യും ഹാദിറും ഖാദിറും അല്ലാത്തതിനോടുള്ള ചോദ്യാക്കി മാറ്റി. പിന്നെ ജിന്നിനെ സംബന്ധിച്ച് എന്നതിലേക്ക് ഹസർ ചെയ്ത് ഒതുക്കി, ജിന്നിക്ക് മാത്രം ഒതുക്കി. ശരി, ഇത് തഫ്സീർ തൊബരി. അനസ് മൗലവി മറുപടി ഉണ്ടെങ്കിൽ മാന്യമായ മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കൊട്ടേഷൻ സംഘമല്ല, അതുകൊണ്ട് ഭീഷണി വേണ്ട. മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഒന്ന് തഫ്സീർ തൊബരി. എന്താണ് ഇതേ ആയത്ത്? തഫ്സീർ തൊബരി കേട്ടോളി. ഈ അനസ് മൗലവി ഓതിയ ആയത്ത് തന്നെയാണ് ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്. എന്താണ് ഇവിടെ ഇമാം തൊബരി റഹിമഹുല്ലാഹ് കൊടുത്തത്? ദാ ഇൻ തദഊ അയ്യുഹന്നാസ്, മക്കത്തെ മുശ്രിക്കിനോട് പറയുന്നു, ഓ ജനങ്ങളെ, ഹൗലായിൽ ഹാലിഅ, നിങ്ങളുടെ ആരാധ്യന്മാർ, അല്ലതീ തഅബുദൂനഹാ മിൻ ദൂനില്ലാ, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങളുടെ ആരാധ്യന്മാർ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. അനസ് മൗലവി ഇത് ഹയ്യും ഹാദിറും ഖാദിറുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് പച്ചയായ ശിർക്കിനെ പറ്റിയാണ്. ആ ശിർക്കിനെ പഠിപ്പിക്കുന്ന ആയത്താണ്. ലിഅന്നഹാ ജമാദുൻ, അവ നിർജീവമാണ്, നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകൂല. ലിഅന്നഹാ ലൈസത് നാതിഖാ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെയോ വലാ ഖുദ്റത ലഹു അലാ ദുർരിക്കും, നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇതെന്തല്ല? ഹയ്യല്ല, ഇത് ജമാദാണ്, ജീവല്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെയോ ഇത് ഖുദ്റത്ത് ഖാദിറല്ല. പൊളിഞ്ഞില്ലേ? മുത്തലഖൻ ശിർക്ക് പൊളിഞ്ഞില്ലേ? അപ്പോ ഈ ആയത്ത് തഫ്സീർ തൊബരി വായിച്ചു, നിങ്ങൾക്ക് തെളിവില്ല. ശരി, ഇനി അടുത്തതോ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് എന്ത് പറയുന്നു കേട്ടോളി. ഇതാ വല്ലദീന തദഊന മിൻ ദൂനിഹി യഅനി അൽ അസ്നാം, ജിന്ന് മാത്രല്ല, അസ്നാം എന്ന് പറഞ്ഞ ജിന്നല്ലട്ടോ, ബിംബങ്ങൾ. പിന്നെയോ ഐ ലാ യഖ്ദിറൂന അലൈഹി വലാ അലാ ഖൽഖിഹി, അവർക്ക് സാധിക്കൂല. അപ്പൊ ഖാദിർ എന്നതും പൊളിഞ്ഞു. ലിഅന്നഹാ ജമാദാത്തുൻ, നിർജീവമാണ്.
ഹയ്യ് പൊളിഞ്ഞു, കേൾക്കൂല, കാണൂല, പൊളിഞ്ഞു. കണ്ടോ? അപ്പൊ ഇത് ഹയ്യും ഹാദിറും ഖാദിറുമല്ല, തഫ്സീർ 2. ഇനിയോ തഫ്സീർ ഇബ്നു കസീർ അതേ ആയത്ത് എന്താ പറയുന്നു? യാ മുഹമ്മദ് ലിഹൗലായിൽ മുശ്രിക്കീന, പ്രവാചകരെ ഈ മുശ്രിക്കീങ്ങളായ ആളുകളോട് നിങ്ങൾ പറയണം, നിങ്ങൾ അബദു ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു. അതാരാ? ജിന്നല്ലട്ടോ, കേട്ടോളി. മിനൽ അസ്നാമി വൽ അൻദാദി, അവരുടെ ബിംബങ്ങളും അവരുടെ വിഗ്രഹങ്ങളും. ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, ഖുദ്റത്ത് പൊളിഞ്ഞു. ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, നിങ്ങളെ തൊട്ട് ഉപദ്രവം നീക്കാൻ കഴിയൂല. ഐ അയ്യുഹവ്വിലൂഹു ഇലാ ഗൈരിക്കും, നിങ്ങളെ ബാധിച്ച പ്രശ്നം വേറെ ഒന്നിലേക്ക് നീക്കാൻ കഴിയൂല, പൊളിഞ്ഞു. ഇനിയോ നഅബുദുൽ മലായിക വൽ മസീഹ വ ഉസൈറ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈസാ നബിനെ, ഉസൈർ നബിനെ, മലക്കുകളെ, അതിന്റെ കൂട്ടത്തിൽ മുഫസ്സിറുകൾ ജിന്നുകളും പറഞ്ഞു. അപ്പൊ ഈ ജിന്നുകളെ വിഷയത്തിൽ മാത്രമല്ല, ജിന്നുകളെ പച്ചയായി ആരാധിച്ചവരും പ്രാർത്ഥിച്ചവരൊക്കെ ആ കാലത്തുണ്ട്. അതില്ലാന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെയുള്ള ചർച്ചയിലേക്കുള്ള തെളിവല്ല അനസ് മൗലവി, നിരുപാധികം അത് ശിർക്കാണെന്ന് പറയാനുള്ള തെളിവല്ല ഇത്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി കേട്ടോളിയും, ഇതേതറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ കിതാബ് തൗഹീദിന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല കൊടുത്ത ഷറഹാണ്. കേട്ടോളി, ഈ ഷറഹിൽ എന്താണ് ഇതേ ആയത്തിനെ കുറിച്ച് ഷെയ്ഖ് പറഞ്ഞത്? എന്താ അറിയോ? ഇതാ കേട്ടോളി. മിനൽ മലായിക വൽ അംബിയാ വൽ അസ്നാം വഗൈരിഹാ, മലക്കുകൾ പെട്ടു, അമ്പിയാക്കൾ പെട്ടു, ബിംബങ്ങൾ പെട്ടു, ഒക്കെ പെട്ടു. ലിഅന്നഹും അംവാത്ത്, പൊളിഞ്ഞു. ഇത് ഹയ്യല്ല, മലായിക അല്ലെങ്കിൽ മലക്കുകളാണ്. മുഷ്ഗിലൂന ബിമാ ഖുലിഖൂ ലഹു, അവരെന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ പണിയിലാണവർ. ലാ യഖ്ദിറൂന അലാ മാ തത്ലുബൂന മിൻഹും, നിങ്ങൾ തേടുന്ന ഒന്നും അവർക്ക് ചെയ്തുതരാൻ കഴിയൂല. അപ്പൊ ഖുദ്റത്ത് പൊളിഞ്ഞു. ഇനി കേട്ടോളി. മിനൽ മലായികത്തി വൽ അംബിയായി വൽ അസ്നാമി വഗൈരിഹാ ബിമാ യദുല്ലു അലാ അജ്സിഹിം വദഅഫിഹിം, അവർ ദുർബലരാണ്, അശക്തരാണ്, അവർ കഴിയൂല. വഅന്നഹും ഖദ് ഇൻതഫത് അൻഹും അശ്ശുറൂത്ത് അല്ലതി ലാ ബുദ്ദ അൻ തകൂന ഫിൽ മദ്ഊ, പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്ക് ഉത്തരം കൊടുക്കാനുള്ള നിബന്ധനകളൊക്കെ മുറിഞ്ഞു പോയവരാണ്. എന്താ നിബന്ധന? ഒന്ന് മുൽക്കു മാ തുലിബ മിൻഹു, ആവശ്യപ്പെട്ട കാര്യം അവരെ അധീനത്തിൽ ഉണ്ടാകണം, അവരെ ഖുദ്റത്തിൽപ്പെട്ടതാകണം. വസിമാഉ ദുആ, ദുആ കേൾക്കണം. നീ കേട്ടോളി. വൽ ഖുദ്റത്തു അലാ ഇസ്തിജാബ, വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയണം. അപ്പൊ ഹയ്യ് പൊളിഞ്ഞു, ഖാദിർ പൊളിഞ്ഞു, തെളിവല്ല. 4 ഇനി തീർന്നില്ല. ഇതേതറിയോ? ഇത് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ 5 തെളിവ്, 1ാമത് ആയത്തിന് വേണ്ടി 5 തെളിവ് ഞങ്ങൾ കാണിച്ചു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ആയത്തുകൾ കൊണ്ട് ഇത് മുത്തലഖൻ, ഇവിടെ നടക്കുന്ന ചർച്ച കേട്ടോ, ഹമൂദ് നജ്ദി ഹഫിളഹുല്ലാ അന്നത്തെ KNM കൊടുത്ത ആ ഫത്വ പ്രകാരമുള്ള ചർച്ച, അത് മുത്തലഖൻ ശിർക്കാണെന്ന് പറയാൻ 1ാമത്തെ ആയത്തിൽ തെളിവില്ല.